പ്രിയമുള്ളവരെ, 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അറിയുവാൻ ഇനിയും ഒരാഴ്ച കൂടി അവശേഷിക്കെ ഇരു മുന്നണികളും അവരുടെ അവകാശവാദങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പന്തൽ കെട്ടുവാൻ മെയ് 5-ാം തീയതി ഉത്തരവ് നൽകിയിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇനി നമ്മൾ കല്യാണത്തിൻ്റെ തലേന്ന് അല്ലെങ്കിൽ അന്ന് രാവിലെ പെണ്ണൊളിച്ചോടി കല്യാണം മുടങ്ങുന്നത് പോലെ ആ പന്തലിൽ UDFിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുമോ എന്ന ഒരു ചർച്ചയാണുള്ളത്. UDFിനെ സംബന്ധിച്ചാണെങ്കിൽ UDFിൻ്റെ മുഖ്യമന്ത്രിമാർ ആരാകണമെന്നതിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട നേതാക്കൾ KC വേണുഗോപാലിൻ്റെയും VD സതീശിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയൊക്കെയും അനുയായികൾ സൈബറിടങ്ങളിൽ പോര് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മന്ത്രിമാർ ആരാകണം എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ MLAമാർ അവകാശവാദങ്ങളും അവരുടെ സൈബറിടത്തെ അനുയായികളെ കൊണ്ട് പോസ്റ്റ് ചെയ്യലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ വരികയാണ്. നിയമസഭയിൽ നിന്ന് വിജയിച്ചിട്ടില്ല എങ്കിലും മന്ത്രിയാകണം എന്ന രീതിയിലുള്ള ചർച്ചകളും പിടിവാശികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എന്തായാലും പണ്ടൊക്കെ പറയാനുള്ളതുപോലെ പെട്ടിയിലിരിക്കുന്ന സാധനമാണ്, തട്ടിയിട്ട് എണ്ണിയാലേ അറിയാൻ പറ്റൂ ആര് വിജയിക്കുമെന്ന്. പക്ഷേ ഇരുഭാഗത്തു നിന്നുള്ള അവകാശവാദങ്ങളും ചർച്ചകളും മുഖ്യമന്ത്രി വ്യാമോഹങ്ങളും മന്ത്രി വ്യാമോഹങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നീണ്ട രീതിയിൽ ചർച്ചകൾ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടത് നീണ്ടുപോവുകയാണ്. പ്രധാനമായും മലപ്പുറം ജില്ലയാണ് UDF പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ 16-ൽ 16 സീറ്റും നേടി അധികാരത്തിലെത്തുമെന്നാണ് പറയുന്നത്. തെക്കൻ ജില്ലകളിലോട്ട് വരുംതോറും UDFിന് പ്രതീക്ഷ മങ്ങുന്നു എന്ന ചില വിലയിരുത്തലുമുണ്ട്. LDF അവിടെ വ്യക്തമായ സാമുദായിക വികേന്ദ്രീകരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പഴയ 2021 ഒരു നിലനിർത്തിയില്ലെങ്കിലും അവരുടെ സീറ്റു നിലയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുവാൻ പോകുന്നില്ല എന്ന ചില ചർച്ചകളുമൊക്കെ വരുന്നുണ്ട്. എന്തായാലും മലപ്പുറം ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ അവർ 16-ൽ 16 സീറ്റും നേടുമെന്ന് പറയുമ്പോൾ അതിൽ പൊന്നാനി പോലുള്ള സീറ്റുകളുടെ കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം പൊന്നാനിയുടെ ഒരു രാഷ്ട്രീയ ചിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ UDF അവസാനമായി പൊന്നാനി നേടുന്നത് 2001-ലാണ്. അന്ന് MP ഗംഗാധരൻ 6607 വോട്ടുകൾക്കാണ് TK ഹംസയെ പരാജയപ്പെടുത്തി ആ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. അതായത് 2011-ൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ പോലും ആ സീറ്റ് കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ഏകദേശം 10-25 വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനം UDF ആ സീറ്റ് നേടുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. 2021-ൽ നന്ദകുമാർ AM രോഹത്ത് എന്ന് പറയുന്ന KSU നേതാവിനെ പരാജയപ്പെടുത്തുന്നത് 17,043 വോട്ടുകൾക്കാണ്. 2016-ൽ പി ശ്രീരാമകൃഷ്ണൻ PT അജയമോഹനെ പരാജയപ്പെടുത്തുന്നത് 15,640 വോട്ടുകൾക്കാണ്. 2011-ൽ ഈ P അജയമോഹനും ശ്രീരാമകൃഷ്ണനും തന്നെ ഏറ്റുമുട്ടുമ്പോൾ അന്ന് UDFിൽ അധികാരത്തിൽ വന്ന സമയമാണ് 2011-ൽ 4,101 വോട്ടുകൾക്ക് ആണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അതായത് UDF സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ അവിടെ LDFിൻ്റെ ഭൂരിപക്ഷം കുറയുന്നു എന്നൊരു പ്രത്യേകത നമ്മൾ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് എടുത്ത് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വസ്തുത, 2001-ൽ മാത്രമാണ് UDFിന് അടുത്ത സമയത്ത് അവിടെ ആ സീറ്റ് കിട്ടിയിട്ടുള്ളതെന്നാണ്. UDF അധികാരത്തിൽ വന്ന 1992-ൽ പോലും ആ സീറ്റ് അവിടെ UDFിന് കിട്ടിയിട്ടില്ല എന്ന ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ UDF അവിടെ പ്രതീക്ഷയ്ക്ക് നിദാനമായി പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ ഒരു മേൽക്കൈയാണ്. പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ മറ്റൊരു പഞ്ചായത്തിലും ഒഴിച്ച് ആകെയുള്ള 6 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 4ഇടത്തും UDF ആണ് അധികാരത്തിൽ വന്നത്. ആകെ 6 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ആ മണ്ഡലത്തിലുള്ളത്. അത് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ സീറ്റ് നിലയെടുക്കുകയാണെങ്കിൽ അവിടെ UDFിന് 16 സീറ്റും LDFിന് 31 സീറ്റും BJPക്ക് 2 സീറ്റുമാണുള്ളത്. അതായത് ഏകദേശം ഇരട്ടിയോളം സീറ്റുകൾ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ LDFിന് UDFിനേക്കാളും ഉണ്ട്. മാറഞ്ചേരി പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ 11 സീറ്റ് UDFിന്, 10 സീറ്റ് LDFിന് എന്ന രീതിയിലാണ്. അതായത് ഒരു സീറ്റ് LDFിനേക്കാളും കൂടുതലുള്ളൂ UDFിന് എന്ന ഒരു പ്രത്യേകത മാറഞ്ചേരിയിലുണ്ട്. അതുപോലെ ആലങ്കോട് എടുക്കുകയാണെങ്കിൽ 14 സീറ്റ് UDFിന്, 5 സീറ്റ് LDFിന്. നന്നമുക്കിൽ എടുക്കുകയാണെങ്കിൽ 11 സീറ്റ് UDFിന്, 6 സീറ്റ് LDFിന്. പെരുമ്പടവിൽ എടുക്കുകയാണെങ്കിൽ 12 സീറ്റ് UDFിന്, 6 സീറ്റ് LDFിന്. വെളിയങ്കോട് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു സീറ്റിൻ്റെ മാത്രം മെജോറിറ്റിയെ LDFിന് UDFിനേക്കാളുള്ളൂ. 10 UDFിന്, 11 LDFിന് എന്ന ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ മലപ്പുറം ജില്ലയുടെ ആകെ റിസൾട്ടുമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ആകെ 12 മുനിസിപ്പാലിറ്റികളാണുള്ളത്. അതിൽ 11 മുനിസിപ്പാലിറ്റികളും UDF പിടിച്ചെടുത്തപ്പോൾ ഒറ്റ മുനിസിപ്പാലിറ്റി, ഈ പൊന്നാനി നിയമസഭാ നിയോജകമണ്ഡലത്തിലെ പൊന്നാനി മുനിസിപ്പാലിറ്റി മാത്രമാണ് LDFിനുള്ളതെന്നൊരു പ്രത്യേകതയുണ്ട്. അതായത്
അമ്പേ തകർന്നടിഞ്ഞ LDF അല്പം ഭേദപ്പെട്ട പ്രകടനം പൊന്നാനിയിൽ കാഴ്ചവെക്കുന്നുണ്ട് എന്ന് തന്നെ പൊന്നാനി നിയമസഭാ നിയോജകമണ്ഡലം ഇപ്പോഴും ഒരുപക്ഷെ LDF നിലനിർത്തുവാൻ സാധ്യതയുണ്ട് എന്ന വിശകലനത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. 4-2 എന്ന സ്കോറിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 6 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 4 UDF-ഉം 2 LDF-ഉം വിജയിച്ചിട്ടുണ്ട്. പൊന്നാനി മുനിസിപ്പാലിറ്റി LDF നിലനിർത്തുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് എടുക്കുകയാണെങ്കിൽ ലോക്സഭയിൽ അബ്ദുൽ സമദ് സമദാനി 15,000-ൽ പരം വോട്ടുകൾക്ക് ഹംസ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെക്കാളും ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ലീഡ് ചെയ്തു എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. നമ്മൾ സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി KP നൗഷാദ് അലിയാണ്. അദ്ദേഹം മികച്ച വാഗ്മിയാണ്. ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസിനെ പ്രതിരോധിക്കുന്ന ആളാണ്. സംസ്ഥാനമൊട്ടാകെ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം ആ മണ്ഡലത്തിലുള്ള ആളല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല എന്ന ഒരു പ്രത്യേകതയുണ്ട്. LDF സ്ഥാനാർത്ഥി പറയുകയാണെങ്കിൽ LDF സ്ഥാനാർത്ഥിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം അവിടെ NK സക്കീർ അദ്ദേഹം അവിടെ ചില വിമർശനങ്ങൾക്ക് വിധേയനാകുന്നു എന്ന ഒന്നാണ്. അതായത് അദ്ദേഹത്തെ മിക്കപ്പോഴും പാർട്ടി എല്ലാ രംഗങ്ങൾക്കും പരിഗണിക്കുന്നു. ഹജ്ജ് കമ്മിറ്റി ഉൾപ്പെടെ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിയമസഭാ ഇലക്ഷന് പാർട്ടി അദ്ദേഹത്തിന് മറ്റുള്ള ആളുകളെ, അതായത് ആ മണ്ഡലത്തിലുള്ള മറ്റു CPM നേതാക്കന്മാർക്ക് പരിഗണിക്കാതെ അദ്ദേഹത്തിന് മാത്രം എല്ലാ അവസരങ്ങളും നൽകുന്നു എന്ന ഒരു വിമർശനം CPM-ൻ്റെ അകത്ത് നിന്നുണ്ട് ആ മണ്ഡലത്തിൽ എന്ന ഒരു വാദഗതി അവിടെ ഉണ്ട് എന്നതും പ്രത്യേകതയാണ്. ആ സ്ഥിതിഗതികളൊക്കെ വെച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ട് മികവും അല്ലെങ്കിൽ ലീഡുമൊക്കെ വെച്ച് UDF-ന് വിജയിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് എന്ന ഒരു നിഗമനം തന്നെ അവിടെ നിന്ന് നടത്തപ്പെടുന്നുണ്ട്. എന്തായാലും വലിയൊരു സ്വീപ്പ് UDF-ന് അനുകൂലമായി ഉണ്ടാകുകയാണെങ്കിൽ 2001 പോലെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ ഇന്നും അദ്ദേഹം പറയുന്നത് 100-അധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്നാണ്. കാരണം വളരെ കൃത്യമായ തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുവാൻ കഴിവുള്ള ആളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുമൊക്കെ അദ്ദേഹം പറഞ്ഞ അതേ പാറ്റേണിൽ തന്നെ UDF വിജയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് UDF 100-ലധികം സീറ്റുകൾ നേടി വിജയിച്ചു വരുമെന്നാണ്. അങ്ങനെ ഒരു പ്രവാഹം UDF-ന് അനുകൂലമായി ഉണ്ടാകുകയാണെങ്കിൽ 2001 പോലെ UDF ഒരുപക്ഷെ പിടിച്ചെടുക്കുവാൻ സാധ്യതയുള്ള നിയമസഭാ നിയോജകമണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി പൊന്നാനി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും മലബാറിൽ UDF-ന് അനുകൂലമായ ഒരു തരംഗം, ന്യൂനപക്ഷ മുസ്ലിം ക്രൈസ്തവ വോട്ടുകളുടെ കേന്ദ്രീകരണം ഉണ്ടാകുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ തെക്കൻ കേരളത്തിൽ അത് എത്രത്തോളം ഈ കേന്ദ്രീകരണം ഒരുപക്ഷെ ഭൂരിപക്ഷ വോട്ടുകൾ CPM-ന് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെടുമോ എന്ന സംശയവും UDF-നെയും ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പം LDF അത് സംബന്ധിച്ച പ്രതീക്ഷയുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകരും അങ്ങനെയുള്ള ചില സംശയങ്ങൾ ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. എന്തായാലും ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് റിസൾട്ട് അറിയുവാൻ. ഇരു മുന്നണികളും പ്രതീക്ഷയിലാണ്, പന്തൽ കെട്ടുന്നുണ്ട്. അതുപോലെ മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ചിലരൊക്കെ പത്രങ്ങൾ പരസ്യം കൊടുക്കുന്നുണ്ട്. അണികൾ പരസ്പരം പോരടിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.